മിസ്റ്റർ കോയ, കോയെ പോലുള്ള ഏജന്റുമാരും എന്നെയും സുഗതനെയും പോലുള്ള ഉദ്യോഗസ്ഥന്മാരും പരസ്പര പൂരകങ്ങളാണ്. ഈ പൂരകങ്ങളാണ് സത്യത്തിൽ വാഹന ഉടമകളുടെ ഇച്ഛാശക്തി. എങ്ങനെ? ഇച്ഛാശക്തി. അതെ അതെ. അതുകൊണ്ട് നമുക്കിടയിൽ ഉണ്ടാകുന്ന അല്ലറ ചില്ലറ പിണക്കങ്ങളൊന്നും ഒരു നീരൊഴുക്കിന്റെ നിർഗമനത്തെ തടസ്സപ്പെടുത്തരുത്. എങ്ങനെ എങ്ങനെ തടസ്സപ്പെടുത്തരുത്. അതാണ് മന്മത. എന്നാ സാറേ? താനിങ്ങ് വാ. അല്ല, ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ സുഗതൻ സാറിന് അത് സുഗതൻ സാറ് ശരിയാക്കാം. താനിങ്ങ് വാ. എന്നാ സാറേ? അതായത് ഈ ഏജന്റുമാരും ജീവനക്കാരും തമ്മിൽ നിലനിൽക്കേണ്ട സൗഹൃദത്തിന്റെ നൈരന്തര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഞങ്ങൾ ഇരുവരും. അല്ല, ഇരിക്കും. എന്താ തന്റെ അഭിപ്രായം? അല്ല, ചർച്ചകൾ വേണം സാറേ. എന്നാലേ നമ്മൾ ഈ ഏജന്റുമാരും ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു ഇത് ഉണ്ടല്ലോ, അതല്ല പ്രശ്നം. എന്നതാ സാറേ പ്രശ്നം? കാതലായ പ്രശ്നം നിലനിൽപ്പിന്റേതാണ്. ആരുടെ നിലനിൽപ്പിന്റെ? കോയ പറയൂ. നാം ഇരുവരുടെയും, അതായത് ഇരയുടെയും വേട്ടക്കാരന്റെയും നിലനിൽപ്പ്. ഇവിടെ ആരാണ് ഇര, ആരാണ് വേട്ടക്കാരൻ? മന്മഥൻ പറയൂ. പറയൂ. വേട്ടക്കാരൻ ഞങ്ങള്, ഇര നമ്മുടെ വാഹന ഉടമകൾ. കളഞ്ഞില്ലേ? വേട്ടക്കാരൻ തൊപ്പയ്യെന്ന് ഞാൻ പറഞ്ഞല്ലേ. തൊപ്പയ്യെന്ന് മാറ്റി പറയട്ടെ. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വാഹന ഉടമ എന്ന് പറയുന്ന ആള് നമ്മുടെ ചിത്രത്തിലേ ഇല്ലല്ലോ. ചർച്ചയ്ക്കൊരു മാന്യത വേണ്ട മന്മത. മാന്യത ചർച്ചയ്ക്ക് മാത്രമല്ല, നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ ഈ മാന്യത കൈവിടാതെ സൂക്ഷിക്കണം. അത് മനുഷ്യന്റെ മുഖമുദ്രയാണ്. ഞാൻ പറയുന്നുണ്ട് മാന്യത. ഇനി ആവർത്തിക്കൂല സാർ. നമസ്കാരം. ഒരു ഓഫീസിലേക്ക് ഒരു ഓഫീസറെ കാണാൻ വേണ്ടി ഒരാൾ വന്നാൽ അയാൾക്ക് ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു മാന്യതയാണ് അല്ലേ? ആ മാന്യത നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്നില്ല. കോയ ഒരു കാര്യം ചെയ്യും, എഴുന്നേക്ക് കോയ, അങ്ങോട്ട് മാറി നിൽക്കൂ. ഇയാളവിടെ പോന്നിരി. എന്താ കാര്യം പറയൂ. സാർ, ഞാനൊരു കുടുംബശ്രീ പ്രവർത്തകയാണ്. ശരി, പറയൂ. ഈ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് 73 ഈ സേവാ കേന്ദ്രങ്ങളിൽ സർക്കാർ തുടങ്ങാൻ തീരുമാനിച്ചിട്ടില്ലേ? തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം RTO ഓഫീസിൽ അതിന്റെ ആദ്യ കേന്ദ്രം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഓ, അത് ഞങ്ങൾ അറിഞ്ഞു. അപ്പൊ ഇവിടെയും കൂടി അതുപോലെ ഒരെണ്ണം തുടങ്ങാൻ സാറിന് പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ? പ്രപ്പോസ് ചെയ്യാൻ പറ്റും. മാഡത്തിനെ പോലുള്ള ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അയ്യോ, അത് എന്റെ ആവശ്യമല്ല സാർ, ജനങ്ങളുടെ ആവശ്യമാണ്. അല്ല മാഡം, ഇതെന്താ സാധനം? അത് നമ്മുടെ ഈ അക്ഷയ, ഫ്രണ്ട്സ് ഒക്കെ പോലെയുള്ള സ്ഥാപനങ്ങള്. അതെ, മോട്ടോർ വാഹന വകുപ്പിന് മാത്രമായിട്ടുള്ള ഒരു ഈ സേവാ കേന്ദ്രം. അതെ, അത് നിങ്ങളുടെ ഈ ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വാഹന ഉടമകൾ ഞങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ വകുപ്പ് തല ഫീസിന് പുറമെ സർക്കാർ ഞങ്ങൾക്ക് ഒരു നേരിയ ഫീസ് അനുവദിച്ചിട്ടുണ്ട്. അതും കൂടി ചാർജ് ചെയ്ത് ഓൺലൈൻ വഴി അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കും. അല്ല, അപ്പൊ അതെങ്ങനെയാണ് ഈ ആവശ്യക്കാരുടെ ഈ അപേക്ഷകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ട് പിന്നെ ഞങ്ങളുടെ തന്നിട്ട് അങ്ങനെ ക്ലിയർ ആകലാണോ? എങ്ങനെയത്? അപ്പോ ഇവരൊക്കെ ആരാണ് സാർ? ഇവരൊക്കെ ഏജന്റുമാര്. ഓ, ഏജന്റുമാരാണോ? ഇവരതിനാരും അംഗീകരിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പത്രമൊന്നും വായിക്കലില്ലേ? അതെ, ഞങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി ഉന്നത തലങ്ങളിൽ ചർച്ച നടന്നു കഴിഞ്ഞു. ചർച്ച നടന്നതല്ലേ ഉള്ളൂ. എന്റെ മാഡം, ഞങ്ങൾ ഈ ഏജന്റുമാരെ അംഗീകരിച്ചാൽ ഉണ്ടാകുന്ന സാധ്യതകളെ കുറിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഉദ്യോഗസ്ഥരൊരു സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ ഒപ്പം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം മാഡം. ഞാൻ ഈ പ്രപ്പോസൽ ഒന്ന് സ്റ്റഡി ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ സ്വാംശീകരിച്ചിട്ട് അയക്കാം. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഒന്നുകൂടെ കാണാം. ആയിക്കോട്ടെ. ശരി ശരി. സാർ ഇത് സീരിയസ് ആയിട്ട് എടുക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. ശരി, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.
ഇരിക്കൂ ഇല്ല അതിന്റെ ആവശ്യമില്ല. ഇരിക്കൂ. ഇല്ല ഇനിയിപ്പോ ആരാ സാരി കൊടുത്ത് വരഞ്ഞു പറയാൻ പറ്റില്ല. സാറേ ഈ പെണ്ണുമ്പോൾ നമ്മുടെ കുടുംബ കലക്കൂട്ടാ. നമ്മുടെ